മിഠായി തെരുവ് ഇതുവരെ പോവാത്തവർക്കും വലിയ പരിചയമില്ലാത്തവർക്കും എങ്ങനെയൊക്കെയാണ് എവിടുന്നൊക്കെയാണ് ഈ നല്ല ഷോപ്പ് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രതിമ ഉള്ള ആ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ ഇങ്ങനെ പോകുന്ന ഇടത്തെ ഭാഗത്ത് ഇവിടെ കുറച്ച് 150 രൂപക്ക് ഡ്രസ്സ്, അല്ലെങ്കിൽ 100 രൂപക്ക് പാൻറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബെഡ്ഷീറ്റ്, പിന്നെ കുട്ടികളുടെ ചെറിയ ഡ്രസ്സ്. ഇതൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല സാധനമല്ല, എന്നാലും കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അവിടുന്ന് ഇങ്ങനെ നേരെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷൂവിൻ്റെ ഒരു ഷോപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കയറി നോക്കാം. റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അറ്റം വരെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എടുത്താൽ മതി കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് ബെൽറ്റിൻ്റെ 2 ഷോപ്പുണ്ട്. ഈ 2 ഷോപ്പിലും അത്യാവശ്യം നല്ല മോഡൽ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും, പ്രത്യേകിച്ചും ലേഡീസിനാണല്ലോ മോഡൽ ആവശ്യമുള്ളത്. അവിടെ ഈ 2 ഷോപ്പിലും ലേഡീസിൻ്റെ ഉണ്ടാവും. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഷോപ്പുണ്ട്, ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള, മുകളിലാണ് ആ ഷോപ്പ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പ് കുറേ ഉണ്ട്. പക്ഷെ നല്ല ഷോപ്പ് എന്നുള്ളതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഷോപ്പാണ് ഇട്ടത്. സംഗീത പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇതിനുള്ളിൽ നല്ല ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഓർഡർ ചെയ്തത്. സാരി ഉണ്ട്, അതുപോലെ നമുക്ക് ഡെയിലി വെയേഴ്സ്, അതുപോലെ ഓഫീസ് വെയേഴ്സ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ നേരെ പോന്നു കഴിഞ്ഞാൽ ബാഗിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ നേരെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു റോഡുണ്ട്, അപ്പുറത്തേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അവിടുന്ന് കുറച്ചും കൂടിയും പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കോയിൻകോ ബസാർ എത്തി. ഇതിൻ്റെ ഉള്ളിലാണ് അത്യാവശ്യം പാർട്ടി വെയർ കളക്ഷൻസും സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അത്യാവശ്യം കല്യാണം അങ്ങനത്തെ ഇതിലൊക്കെ പോകാനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുക. ട്രെൻഡ്സ് പറഞ്ഞ ഷോപ്പുണ്ട് മുകളിൽ. അവിടെ നമ്മുടെ ബീഡ്സ്, അതുപോലെയുള്ള ലേസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഐഷു പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ ക്ലോത്ത്, റണ്ണിങ് ക്ലോത്ത് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെയൊക്കെ വലത്തെ ഭാഗത്തായിട്ട് ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. ഇടത്തെ ഭാഗത്തും ഉണ്ട്. പക്ഷേ ഞാൻ ഈ വലത്തെ ഭാഗത്തുള്ള ഈ ഷോപ്പിൽ നിന്നാണ് പൊതുവേ എന്തെങ്കിലും പാർട്ടി വെയർ ഡ്രസ്സൊക്കെ തിരഞ്ഞെടുക്കാറുള്ളത് കേട്ടോ. ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സിനെക്കാട്ടും ഒരു 500 രൂപ കുറവ് കിട്ടും. എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ എന്നെ സംബന്ധിച്ചൊരു 100 രൂപേൻ്റെ ചിലവേ ഉള്ളൂ. 30 രൂപ ഇങ്ങോട്ടും 30 രൂപ അങ്ങോട്ടും. പിന്നെ ചെറിയൊരു ഫുഡും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രസ്സ് എടുത്തിട്ട് തന്നെ പോകാം. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. ഇനി എനിക്ക് കുറച്ച് വില കുറവ് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ചെരുപ്പ് വാങ്ങുന്ന ഷോപ്പാണ് ഈ ഒരു കട കേട്ടോ. ഇതിങ്ങനെ അവിടെ നേരെ വന്നിട്ട് ഒരു വലത്തോട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളതിലും കുറച്ച് വില കുറവൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ മക്കൾ വൈറ്റ് ഷൂവിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വൈറ്റ് ഷൂ ഇവിടെ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം വില കുറച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈന് മീഷോയിൽ ഇത് ചീപ്പായിട്ട് 350 രൂപയൊക്കെ കിട്ടും. ഈ ഷോപ്പ് എവിടെയാണെന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബോംബെയുടെ ഈ ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ. ഇതിൻ്റെ നമ്മുടെ മിഠായി SM സ്ട്രീറ്റിൻ്റെ മെയിൻ റോഡിലേക്ക് വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്ത് കുടകളൊക്കെ വെച്ചിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷോപ്പുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ വരുന്ന റോഡിന് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാക്കണം, ഈ ഒരു വലത്തെ ഭാഗത്താണ് വരുന്നത്. സേവ് കിവി എന്നൊക്കെ പറഞ്ഞ 2 ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ആ ഒരു ചെരുപ്പിൻ്റെ കടയൊക്കെ ഉള്ളത്. പിന്നെ ഇങ്ങനെ നേരെ വന്നാൽ ഈ ബാഗൊക്കെ വിൽക്കുന്നത് കാണാം. അവിടെയൊക്കെ നോക്കിയാൽ 250 രൂപേൻ്റെ ബാഗ് കിട്ടും. അത്യാവശ്യം നല്ല മോഡൽ തന്നെ. പിന്നെ ഒരു പറഞ്ഞൊരു ഷോപ്പിൽ ഇവിടെ ഒരു 50% ഓഫർ നടക്കുന്നുണ്ട്. ഞാൻ കയറി നോക്കിയിട്ടില്ല, ഞാൻ ഡ്രസ്സ് അങ്ങനെ ഫോക്കസ് ചെയ്ത് വന്നല്ല. പിന്നെ C4 ചപ്പൽസ് പറഞ്ഞ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ കുട്ടികൾ ചെരുപ്പ്, എനിക്ക് പൊതുവെയുള്ള ചെരുപ്പ് അങ്ങനെ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് വാങ്ങല്. പക്ഷേ ചെറിയ കുട്ടികളെ ചെരുപ്പ് കുറച്ചും കൂടി റേറ്റ് കുറവിൽ എനിക്ക് കിട്ടാറില്ല ഇവിടെ നിന്നാണ് കേട്ടോ. പ്രത്യേകിച്ചും തനുവിൻ്റെ ഒക്കെ ചെരുപ്പ് നല്ല ഭംഗിയുള്ള ചെരുപ്പ്, കല്യാണത്തിനൊക്കെ പാർട്ടി വെയർ ചെരുപ്പൊക്കെ വാങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. അപ്പം ഷൂവും കിട്ടിയത് ഇവിടുന്ന് തന്നെയായിരുന്നു. അപ്പം റേറ്റ് ഏകദേശം ഓക്കെ എന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ മോക്കുള്ള ചെരുപ്പ് എടുത്തത്. പൂർണ്ണ വൈക്ക് കണ്ടതാണ് ചെറിയ ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ്. ഇതിൽ ചില ചെരുപ്പൊക്കെ തനുവിനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അവിടുന്ന് ഇറങ്ങി കുറച്ചും കൂടി നേരെ പോന്നാൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാളയം സ്റ്റാൻഡിലേക്ക് എത്തുന്ന റോഡാണ് കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ സൈഡിൽ ഭാഗത്തായിട്ട് നല്ല കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡഡ് സാധനങ്ങൾ ഒഴിവാക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടാവും. 100 രൂപയ്ക്ക് കിട്ടുന്നത്. കുട്ടികളുടെ ടോപ്പ്, നമ്മുടെ പാൻറ്റ്, ജെൻസിൻ്റെ പാൻറ്റ്, ഷർട്ടൊക്കെ 100 രൂപ, ഒട്ടുമിക്കതിനും 100 ഉണ്ടാവും കേട്ടോ. ഇതിൽ തിരഞ്ഞെടുക്കണം, നല്ല ക്ലോത്ത് എടുക്കണം. അങ്ങനെ ആ സാധനമൊക്കെ വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നു കേട്ടോ, ബാക്കോട്ട് തന്നെ നടന്നു. അപ്പോഴാണ് ഈ ടോപ്പ് മാൾ എന്ന് പറഞ്ഞ സംഭവം കണ്ട്. വെസ്റ്റേൺ ടൈപ്പ് ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഇങ്ങനെ വെസ്റ്റേൺ ടോപ്പ് കിട്ടുന്ന ഷോപ്പിംഗ് തോന്നുന്നു മിഠായി തെരുവിൽ 1-2 ഉള്ളൂ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളേ. ബാക്കിയുള്ളവർ കണ്ടവരുണ്ടാവാം, എനിക്കറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോഡിൽ കാണുന്നതിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഷോപ്പ് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്പിംഗ് അല്ലേ. അത്യാവശ്യം ഇപ്പോഴത്തെ കുട്ടികളിടുന്ന അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പുകളും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും സാധനം ഉണ്ട്.
ഈ ഒരു പെരുന്നാൾക്ക് എനിക്ക് തോന്നുന്നു കളിക്കാൻ പോകുന്ന സാധനം ഏതായിരിക്കും. ഇതിൻ്റെ ക്ലോത്ത് ഒരു ബനിയൻ ടച്ച് അല്ല, ഒരു ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ക്ലോത്താണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പേര് ഷിഫോണാണോ എനിക്കറിയില്ല. ഈ ക്ലോത്ത് ഏതാണെന്ന് എനിക്ക് വലിയൊരു പിടുത്തമല്ല. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. കെട്ടൊക്കെ ഉള്ള ഒരു ലോങ് ടൈപ്പാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടോട്ടിൽ നിന്ന്. പക്ഷേ ഈ ക്ലോത്ത് നല്ല സുഖമാണ് കേട്ടോ യൂസ് ചെയ്യാൻ. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല അത്യാവശ്യം നല്ല കോട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് പിന്നെ വിയർപ്പൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഭയങ്കര സ്മെൽ ചെയ്യാനൊക്കെ ചാൻസ് ഉള്ള ക്ലോത്താണ്. പക്ഷേ യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, ഭയങ്കര കൂളിംഗ് ഫീൽ ഉള്ള ഒരു ക്ലോത്ത് അത്. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരലുണ്ടായിരുന്നു ഈ ഒരു ക്ലോത്തിൽ. പക്ഷേ അതിൻ്റെ പേര് എനിക്ക് വലിയൊരു ഐഡിയ അല്ലേ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യും. എനിക്ക് വലിയൊരു ധാരണ ആ ഒരു ടൈപ്പ് ക്ലോത്തിൽ. പിന്നെ ചുരിദാറിൻ്റെ ഫുൾ സെറ്റ് ഉണ്ട്, പാൻറ്റ്, ഷോള്, ടോപ്പ്, അങ്ങനെ മൂന്നും കൂടി ആണെങ്കിൽ 3 പീസായിട്ട്. പിന്നെ വലിയ റേറ്റ് ഒന്നുമില്ല, 600 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. 500 സംതിങ്ങിലുള്ള ഡ്രസ്സും ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ മൂന്നും എല്ലാം കൂടി ഉള്ളത് സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ കാണല്ലേ, അതിങ്ങനെ ഇവരിങ്ങനെ സെറ്റാക്കി വെച്ചതാണ് ഉള്ളിലായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാം, അത്രയേ ഉള്ളൂ. എല്ലാം ഹാങ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര സുഖമാണ്. മറ്റേത് അവരോട് ഇതൊന്നും എടുക്കുമോ മറ്റേത് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചത് നമ്മൾ ബുദ്ധിമുട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല കേട്ടോ ബുദ്ധിമുട്ടിക്കണേ. ഇത് പിന്നെ ടോപ്പും പാൻറ്റും മാത്രമേ ഉള്ളൂ, ഷോള് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഷോൾ അതിൽ കണ്ടില്ല, പക്ഷേ വലിയ റേറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ രാധാ തിയേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുണ്ട് ആര്യഭവൻ. അതിൻ്റെ ഉള്ളിലാണ് പോയത്. 3 ആൾക്കുള്ള ടോക്കൺ എടുത്തു. 60 രൂപയാണ്. 90 രൂപയ്ക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഉള്ള വേറെ ഐറ്റമുണ്ട്. ഞങ്ങൾ പിന്നെ 3 ആളും അത്ര വലിയ ചോറ് നിന്ന ആൾക്കാരൊന്നുമല്ല. എന്നാലും ചോറ് ഇവിടെ നിന്നാലും കഴിക്കാൻ രസമല്ല വിചാരിച്ചിട്ട് പിന്നെ ക്ഷീണമല്ല, നല്ല വെയിലുമാണ്. അപ്പോൾ പിന്നെ എന്തായാലും ക്ഷീണിക്കും. അപ്പോൾ വെറും ചോറാണ് കഴിച്ചത്. ഇനിയും മിഠായി തെരുവിൻ്റെ വിശേഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.